ഓസ്ട്രേലിയയുമായിട്ടുള്ള ആദ്യത്തെ ടെസ്റ്റ് ഇന്ത്യ ജയിച്ചിരുന്നു. ഇപ്പോഴിതാ രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഡിസംബർ 6-നാണ് അടുത്ത ടെസ്റ്റ്. കോച്ച് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. 2 പുതിയ താരങ്ങൾ സ്ക്വാഡിലേക്ക് എത്തി. അപ്പോൾ ഗൗതം ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓസ്ട്രേലിയ പേടിച്ചിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ അവർക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ വിജയമാണ് സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ ഓസ്ട്രേലിയൻ ടെസ്റ്റിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. കോച്ച് ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്ത് വില കൊടുത്തും ഈ ഒരു ടെസ്റ്റ് സീരീസ് ഞങ്ങൾക്ക് സ്വന്തമാക്കണം. എന്നാൽ മാത്രമേ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്താൻ സാധിക്കൂ. ഓൾറെഡി ന്യൂസിലാൻഡുമായിട്ട് ടെസ്റ്റ് തോറ്റു. അതുകൊണ്ട് ഞങ്ങൾക്ക് നാണക്കേടായിരിക്കുകയാണ്. ആ നാണക്കേട് മാറ്റാൻ ഈ ടെസ്റ്റ് സീരീസ് ഞങ്ങൾക്ക് നേടണം. ഇപ്പോഴിതാ ടീമിൽ ഞങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. രോഹിത് ശർമ്മ ടീമിലേക്ക് തിരിച്ചെത്തി. അതുപോലെ ശുഭ്മാൻ ഗില്ലിന് പരിക്കാണ്. ഇനിയും കൂടുതൽ താരങ്ങൾക്ക് പരിക്കേൽക്കും. ടോട്ടൽ 5 ടെസ്റ്റാണ് കളിക്കുന്നത്. അതുകൊണ്ട് ടീമിൽ ബാക്കപ്പായിട്ട് താരങ്ങളെ ആവശ്യമാണ്. ഞങ്ങളിപ്പോൾ 2 താരങ്ങളെ കണ്ടുവച്ചിട്ടുണ്ട്. ശ്രേയസും സഞ്ജുവുമാണത്. അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഇവർക്ക് വിളി വരും. ഇവരോട് റെഡിയായിരിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. രോഹിത് ശർമ്മയായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. സെക്കൻഡ് ടെസ്റ്റിലും ഇന്ത്യൻ താരങ്ങൾ മികച്ച കളി കാഴ്ചവെക്കട്ടെ എന്ന് ഗൗതം ഗംഭീർ വ്യക്തമാക്കി. ഗംഭീർ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്: സഞ്ജുവിനെ ടെസ്റ്റ് അരങ്ങേറ്റത്തിന് സമയമായിരിക്കുന്നു. അടുത്ത ടെസ്റ്റിലും ഗില്ല് കളിക്കില്ലെന്നാണ് റിപ്പോർട്ട്. ഗില്ലിന് പരിക്കാണ്. ഗില്ല് റൂൾ ഔട്ട് ആയാൽ ആ സ്ഥാനത്തേക്കാണ് സഞ്ജുവിനെ എടുക്കുന്നത്. സഞ്ജു ടെസ്റ്റിലെത്തിയാൽ സെഞ്ചുറി അടിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റിലുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. രോഹിത്, ജയ്സ്വാൾ, രാഹുൽ, ദേവദത്ത് പടിക്കൽ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, വാഷിംഗ്ടൺ സുന്ദർ, നിതീഷ് റെഡ്ഡി, റാണ, ബുംറ, സിറാജ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.